കൂട്ടുകാരെ. അപ്പം ഇന്ന് എവിടേക്കാണ് മിക്കു നമ്മൾ പോകുന്നത്? ഇന്ന് നമ്മൾ പോത്തുണ്ടിക്ക് കുറേ ആയിട്ടാണ് പോയിട്ട്. അപ്പം നമ്മൾ പോത്തുണ്ടി വഴിക്ക് പോവുകയാണ്. ഞാൻ ഈ കളറ് ഡ്രസ്സ് ഇട്ടപ്പോൾ മിക്കുവിനും അതേ ഡ്രസ്സ് വേണം എന്നിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഫംഗ്ഷനൊന്നും അല്ലല്ലോ അതുകൊണ്ട് അപ്പോൾ യൂണിഫോം ഒഴിവാക്കി. അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കരിമീൻ ജ്യൂസ് കുടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പോത്തുണ്ടിക്ക് പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് കുടിക്കാൻ നിൽക്കണം മിക്കു? ജ്യൂസ്, കരിമീൻ ജ്യൂസ് കുടിക്കാൻ നിൽക്കണം കേട്ടോ. നമുക്ക് കരിമീൻ ജ്യൂസ് കുടിച്ചിട്ട് അപ്പോൾ മെയിനായിട്ട് വന്നത് അറിയാമല്ലോ, നമ്മുടെ പോത്തുണ്ടി വന്ന ഭൂരി കഴിക്കുക എന്നുള്ളതാണ്. ഇന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ ഒരു കരിമീൻ ജ്യൂസിന് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരിമീൻ ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഈ കരിമീൻ ജ്യൂസിൻ്റെ സ്പോട്ട് വരുന്നത് എവിടെയെന്ന് പറയുന്നത് നമ്മുടെ പോലീസ് ക്വാർട്ടേഴ്സൊക്കെ ഇല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത്. നമ്മൾ പോത്തുണ്ടിക്ക് പോകുമ്പോൾ ജ്യൂസൊക്കെ മേടിച്ചിട്ട് അപ്പോൾ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുടിച്ചോ? നിൽക്കുന്നു പോത്തുണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിൽക്കൂ. പക്ഷേ ഹൗസൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തോ പ്രശ്നമൊക്കെ നടന്നിട്ട് 2 ഹൗസ് വണ്ടിക്കാരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം നടന്ന് കേസൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ഹൗസൊന്നും ഓടിക്കാൻ പാടില്ല എന്നാണ് പോലീസിൻ്റെ ഓർഡർ. അതുകൊണ്ട് ഇവിടെ ഹൗസൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കണ്ട ആളും തിരക്കൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പോത്തുണ്ടിൻ്റെ ഉള്ളിൽ ഫുൾ കപ്പിൾസാണ്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോൾ എപ്പോഴും വരണത് കൊണ്ടിൽ മിക്കുവോ? മിക്കുവിന് ഇവിടെ വന്ന് പൈസ വേണമെന്നാണ് പറയണത്. നമ്മളുടെ ഈ പോത്തുണ്ടി ഉദ്യാനം നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. നേരെ പോയി നമ്മൾ നെല്ലിയാമ്പതി മലനിരകളാണ് കാണുന്നത്. കണ്ടോ? നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോത്തുണ്ടി ഇന്നിപ്പോൾ എന്താഴ്ചയാണ്? ബുധനാഴ്ചയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ തിരക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല. സൺഡേ സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. എല്ലാ കടകളും ഇവിടെ ഓപ്പൺ ആയിരിക്കും. എല്ലാ കടകളും ക്ലോസിങ് ആണ്. അപ്പോൾ നമ്മളിത് ഐസൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഐസ് വാങ്ങിക്കുമ്പോൾ അപ്പോൾ 2 സ്കൂപ്പ് ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഒരു ഐസിൻ്റെ ആ കോണും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ അതിലേക്ക് ആക്കിയിട്ടാണ് മിക്കുവിന് കുറച്ച് കൊടുക്കും, ഞാനും കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഭൂരിക്കട ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഭൂരിക്കടയിൽ ഭൂരി കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. മിക്കൂസ് ഐസ്ക്രീമൊക്കെ കഴിച്ച് മേത്തൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ ഭൂരി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊന്നും കഴിക്കാനുള്ള മൂടില്ലാത്തത് കൊണ്ട് അപ്പോൾ പിന്നെ നിർബന്ധിച്ചത് കൊണ്ടും ഞാനൊരു ദോശ കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. പരിപ്പ് പൊടിയും അതുപോലെ ഭൂരിയും ഒക്കെ കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ ഓംലേറ്റ് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ വന്നാലും ഇപ്പോൾ ഞാൻ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. ഓംലേറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മിക്കൂസ് ഇപ്പോൾ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ദോശ ചട്നി ഉണ്ടായിരുന്നില്ല, സാമ്പാറും ചമ്മന്തിയും മാത്രമായിരുന്നു കേട്ടോ. ചട്നി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണമെങ്കിൽ മിക്കോ ടാറ്റ കൊടുക്കല്ലാവർക്കും ബൈ പറയും. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകണ്ട. പോത്തുണ്ടി വന്നു, അവിടെ ഒന്നും കാണാനില്ല. നമ്മൾ ഐസ്ക്രീം കഴിച്ചു, അവിടെ നിന്ന് പൂരി കഴിച്ചു, ദോശ കഴിച്ചു. ശരി എന്നാൽ നെക്സ്റ്റ് വീഡിയോ ബൈ.